സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അച്ഛൻ വേണ്ട, നല്ല പഠിപ്പി ലോഡ്ജിൽ വെച്ചാണ് ഈ 21-കാരിയെയും സുഹൃത്തിനെയും പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരങ്ങളാണിത്. അതായത് ഈ അധ്യാപികയായ കീർത്തനയും ശീതളും സുഹൃത്തുക്കളാണ്. ശീതളിനെ MDMA കടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് വിവരം. ശീതളിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ എക്സൈസിന് കണ്ടെടുക്കാനും കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഒപ്പം പിടിയിലായ ഫിറോസും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, നിർണായകമായ സൂചനകൾ എക്സൈസിന് നൽകുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോകുക? +2 തൊട്ടുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ പറയാനുള്ളത്, എനിക്ക് കുറെ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാ 10th +1 ഒക്കെ പഠിക്കുന്ന കുറെ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ഭയങ്കര എന്താ പറയാ, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവരുടെ ഈ പയ്യന്മാര്, അതായത് ഇവരുടെ അഫെയറിലുള്ള ബോയ്സ്, എന്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDMA എന്ന് പറയുന്നത് നമുക്ക് സ്നഫ് ചെയ്യാം, ഒന്ന് മൂക്കിൽ വലിച്ചു തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസിൽ 2 കല്ലിട്ട് കൊടുക്കുക, ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പൊ ചെറിയ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണം. സെക്ഷലി ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ലഹരിയാസിനിട്ട് ഈ MDMA എന്ന് പറയുന്നത്. അത് 2 ലൈൻ അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം 2 വട്ടം അവർ കുടിച്ചാൽ മതി. അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുണ്ട്. മാതാപിതാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണുള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് ഓരോ കുട്ടികളെയും ചില സമയങ്ങളിൽ പുറം രാജ്യങ്ങളിലോട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ടാകും. മാതാപിതാക്കന്മാരെ, പ്രധാന അമ്മമാരോടാണ്, നിങ്ങളെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നും ഒക്കെ പഠിച്ച് നാട്ടിലോട്ടേക്ക്, അച്ഛാ ഞാൻ 10-ാം തീയതി നാട്ടിൽ വരും, അമ്മേ ഞാൻ 10-ാം തീയതി നാട്ടിലേക്ക് വരും. പ്രിയ രക്ഷിതാക്കന്മാരെ, നിങ്ങൾ ഹോസ്റ്റലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ, കുട്ടികൾ എവിടെയാണോ പഠിക്കുന്നത് ആഴ്ചയിൽ 2-ഓ 3-ഓ തവണ അവിടെ വിളിച്ചന്വേഷിക്കുക, എൻ്റെ കുട്ടി എങ്ങനെയുണ്ട്. എൻ്റെ കുട്ടി 10-ാം തീയതി നാട്ടിൽ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10-ാം തീയതി തന്നെയാണോ അവിടെ വരെ ലീവ് എഴുതി കൊടുത്തത്? 10-ാം തീയതിയാണ് എൻ്റെ മകൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞത്, 10-ാം തീയതി അവിടുന്ന് വരുന്നുണ്ട് അമ്മേ, അച്ഛ. അതേപോലെ തന്നെ അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കുക, എൻ്റെ മകൾ എപ്പോഴാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇന്ന് കാണുന്നില്ലേ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, ഇന്ന് കണ്ട ആ പയ്യൻ മതി. സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അച്ഛൻ വേണ്ട, അമ്മ വേണ്ട. ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ വിളിച്ചു തരാം. എക്സൈസ് പിടികൂടുന്നത് ഇവരുടെ കൈവശം MDMA-യും കഞ്ചാവും ഉണ്ടായിരുന്നു. ലോഡ്ജിൽ വെച്ചാണ് ഈ 21-കാരിയെയും സുഹൃത്തിനെയും പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരങ്ങളാണിത്. അതായത് ഈ അധ്യാപികയായ കീർത്തനയും ശീതളും സുഹൃത്തുക്കളാണ്. ശീതളിനെ MDMA കടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് വിവരം. ശീതളിന്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്. ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മോളെ, ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ, എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താ നീ ചവിട്ടുന്നത്? നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുത്തല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. ആരാണ് ഈ പെൺകുട്ടി? ആ ഉമ്മയുടെ കവടത്തിങ്ങനെ ചവിട്ടി നിന്നപ്പോ
ഒരു ഉമ്മയുടെ കവളത്ത് ചവിട്ടി നിൽക്കുന്ന കണ്ടപ്പോ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിന് പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ പോടും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും?